കൊണ്ടൊന്ന് വരാൻ പറ്റുമോ? വെടിപ്പൂര താത്തമാർക്ക്. വെടിപ്പൂര താത്ത ആരാണെന്ന് ലോകം മുഴുവൻ കാണുന്നുണ്ട്. ആരാണ് വെടിപ്പൂര എന്നും ആർക്കാണ് വെടിവെക്കുന്ന പരിപാടി എന്നും കണ്ടിട്ടുണ്ട്. അല്ലടാ, നിനക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലേ? നീ നിന്റെ അമ്മച്ചിയെ കളിക്കുന്നുണ്ടാ? നിന്റെ അമ്മച്ചിയെ നീ കളിക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനത്തെ ഒരു ഓർമ്മ വന്നത്? ഇമ്മാതിരി ഒരു വർത്തമാനം നിനക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടല്ലേ? അമ്മച്ചിയെ കളിയാണല്ലേ? കണ്ടാലും അറിയാം. ആ തള്ളക്ക് എന്താ എയ്ഡ്സ് ആണ്. അതങ്ങനെ ഞൊളിഞ്ഞിരിക്കുന്ന നെത്തോലി പോലെ തിന്നാനൊന്നും കൊടുക്കാറില്ലേ? അതേ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവളെ അണ്ണാക്കിലോട്ട് കയറ്റി കൊടുക്കുകയാണെന്നാ. ഞമ്മക്ക് എടാ, സലീമ് വരുമെങ്കിലും ഒന്ന് മാറി ഇന്നൂടെടാ. നീ എന്തിനാടാ ഈ സലീമ് വരുമ്പോഴും അതിനകത്ത് കയറി കളിക്കുന്നേ? എന്താ ത്രീസം കളിക്കുകയാണ് നിങ്ങള്? 3 ടുഗദർ എന്നെ കൊച്ചിന്റെ പേര് ആണോ? നീ ചീവും ആടാ അയച്ച് ഇപ്പൊ എന്ത്? എടാ, അത് 5നും 10നും കിടന്നു കൊടുക്കുന്ന സാധനമല്ലേ? എന്റെ മോൻ മാത്രമല്ല, നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും 5നും 10നും അവളെ വിളിക്കാറുണ്ട്. അത് നിനക്ക് അറിയത്തില്ലേ? പുഴുത്തതായതുകൊണ്ടാ ഇപ്പൊ ആരും മൈൻഡ് ചെയ്യാത്ത. 5 രൂപയ്ക്ക് പോൺ സൈറ്റിൽ ഇട്ടിരിക്കുകയല്ലേ അവളെ ഫോട്ടോ. ആളുകൾ വിളിക്കും, കേറി കളിക്കുകയും ചെയ്യും. നിനക്കത് അറിയത്തില്ല. നീ വിചാരിച്ച് നിനക്ക് മാത്രമാണ് കടന്നു വരുന്നതെന്ന്. അല്ലടാ, അത് പൂരപ്പാട്ട് പറയുന്ന ബസ് സ്റ്റാൻഡ് കക്കൂസാണ്. എല്ലാവർക്കും പോയി 5 രൂപ കൊടുത്താൽ കിട്ടുന്ന ബസ് സ്റ്റാൻഡ് കക്കൂസാണ് നിന്റെ കൂടെ ഇരിക്കുന്നത്. അതിനെ വെച്ചിട്ട് നിന്റെ ജോലി കളയാൻ ഷെബീനായെ കൊണ്ട് പറ്റുമെങ്കിൽ ബാക്കിയും പറ്റൂടാ. എന്തിരച്ചി പോലെ എന്തൊരു കട്ടി ഇതാ. ഒരു കട്ടിങ്ങും ഇല്ലടാ. സംസാരിച്ച ആൾക്ക് അത് വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അയാളുടെ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടും അയാൾ മൂളുന്നത് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു സാധനവും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിന്റെ അയലത്തുകാരൻ കൃത്യമായി എനിക്ക് തന്ന വോയിസ് വേറൊരെണ്ണമുണ്ട്. അത് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ്. ആ നാട്ടുകാരൻ നിന്നെ രണ്ടിനെ അടിച്ചു പൊട്ടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ നിന്റെയും അവന്റെയും നിന്റെ സാമാനത്തിൽ പൊട്ടുസൂചിയും അവളെ സാമാനത്തിലുള്ള കമ്പിപ്പാരയും കുത്തി കയറ്റിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അന്തസ്സുള്ള ആണുങ്ങൾ കോഴിക്കോട് ഇല്ലാതെ പോയത് കൊണ്ട് അവിടെ കിടന്ന് ഈ ആറാമ്പുറപ്പ് അത്രയും കാണിക്കണം. ഞവളിക്കൊണ്ട് വരല്ലേ. നീ ഹിന്ദുക്കളുടെ കുത്തകാവകാശം നീ എടുക്കല. നീ എങ്ങനെ ഹിന്ദു ആയടാ? നിനക്കെന്ത് ഹിന്ദു മതം? നീ ഹിന്ദുവാ? നീ ഗുരുവായൂരമ്പലത്തിൽ കയറാൻ നീ പിഴച്ചുണ്ടായ പിഴച്ച ജന്തുവല്ലേ? നീ ആ മതത്തിലുമില്ല ഈ മതത്തിലുമില്ല പിഴച്ച് കിടക്കുന്ന പിഴച്ച ജന്തു. ഹിന്ദുക്കളുടെ അവകാശവാദം നീ എന്തിനു പറയുന്നത്? ഒരു ഹിന്ദുക്കൾക്ക് നിങ്ങളെ താല്പര്യമില്ല. ഗുരുവായൂരമ്പലത്തിൽ കയറി കൃഷ്ണനെ കൂടെ അപമാനിക്കുന്ന ഒരു വൃത്തികെട്ട അഭിസാരികയെ കൊണ്ട് നടന്നിട്ട് കൊണ പറഞ്ഞ് ഷെഫീനയുടെ തലയിൽ കയറാനായിട്ട് നീ നിൽക്കട്ടെ. നീ എൻ്റെ അട്ടി വാങ്ങിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിനക്ക് അല്പമെങ്കിലും ഗഡ്സ് ഉണ്ടെങ്കിൽ നീ ഈ ബസ് സ്റ്റാൻഡ് കക്കൂസിന് 5നും 10നും പോയി കിടന്നു കൊടുക്കണ ബസ് സ്റ്റാൻഡ് കക്കൂസിന്റെ കൂടെ കിടന്ന് കളിക്കുന്നത് നിർത്തിയിട്ട് നീ എന്റെ നേർക്ക് നേരെ വന്നില്ല. അത്തോടെ നിനക്ക് കളിയുടെ ഓർമ്മ തന്നെ തീർന്നു പോകും. മനസ്സിലായ? എന്റെ മോൻ വേണ്ടടാ നിന്നെ തല്ലായി. എന്റെ കൊച്ചു കൈയെങ്ങാണം വീശ നീ ട്രെയിൻ കയറിയാണക്കായിപ്പോ ഒരുപാടങ്ങ് ഒലത്തല്ലേടാ. നീ അങ്ങ് എന്തോന്നുണ്ടാക്കും? നീ ആരെ വെല്ലുവിളിക്കുന്നത്? ഷെഫീനയുടെ മോനെയാ? അതിനുള്ള കപ്പാസിറ്റി നിനക്കില്ലടാ. എനിക്ക് എന്റെ ചെറിയ ഇറക്കം മതി, മൂത്തതും വേണ്ട. ചെറിയ 15 വയസ്സ് ഉള്ളത് തന്നെ മതി നിന്നെ തീർക്കാനായിട്ട്. അടിച്ച് പൊട്ടിച്ച് വിട്ടുതരും കള്ള പന്നിക്ക് പറഞ്ഞോനെ. ലിപ് ലോക്ക് അല്ലടാ, വേറെ ലോക്കാ ചെയ്തേ. അതറിയത്തില്ലേ നിനക്ക്? നീ നിന്റെ തള്ളയും കൂടെ ചെയ്ത ലോക്കില്ലേ? ആ ലോക്ക്. നിന്റെ തള്ളയും നീയും കൂടെ ചെയ്യുന്ന ലോക്കില്ലേ? അത് തന്നെ. നീ നാട്ടുകാർക്ക് മുഴുക്ക വിട്ടുകൊടുത്തിട്ട് രാത്രി സ്വന്തം വീട്ടിൽ കിടക്കാതെ ഇവിടെ അട്ടിപ്പേറ് കിടക്കുന്ന ഇവൾ 5നും 10നും പോവാതിരിക്കാനല്ലേ? എടാ, നിന്നെ വെട്ടിച്ച് അവൾ 24 മണിക്കൂറും പോകുന്നുണ്ട്. പകലൊക്കെ പോകുന്ന ബസ് സ്റ്റാൻഡിലാ, അവിടുത്തെ ലോഡ്ജിലാ. പോയി 5നും 10നും കിടന്നു കൊടുത്തിട്ടാ വരുന്നത്. അറിയത്തില്ലല്ലയോ? ബോധമില്ലാതിരുന്നോണ്ട് കൊണ പറയല്ലേ. നീ വേറെ ആളെ നോക്ക്. ഷെഫീനായി ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലേ. A to Z കാര്യം ഒരു എവിഡൻസ് ഇല്ലാതെ ഫുൾ സാധനം കൊണ്ടുവന്ന് പബ്ലിക്കിൽ വെച്ചിരിക്കുമെന്നുള്ള തർക്കമേ വേണ്ട. പോക്സോ കേസിലെ പ്രതിയാ നീ, കള്ളനാ നീ. ആ കാര്യം അവിടെ കൊടുത്തതിന്റെ പേരിലാണ് നിനക്ക് എന്റെ ജോലി തെറിച്ചത്. എന്നിട്ട് നീ എന്തോന്ന് പറയുന്ന ശമ്പളം കിട്ടാത്തോണ്ട്? ചുമ്മാ പറയണേണ്. ശമ്പളം കിട്ടാത്തോണ്ടല്ല, പോക്സോ കേസ് പ്രതിയായവൻ ആ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തതിന്റെ പേരിലാണ് ഇവന് ജോലി തെറിച്ചത്. ഇവനെടുത്ത് തൂരെ കളഞ്ഞ് ഗണേശ്. അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ വണ്ടി ഓടിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയിൽ ആളെ കയറ്റില്ല എന്നുള്ള നിഷ്ഠ പറഞ്ഞത് കൊണ്ടാണ്. അത് തുറന്നു തന്നെ പറയുന്നു. പണി കളയിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ളവന്മാർ സമൂഹത്തിൽ വേണ്ട. സാമൂഹ്യ ദ്രോഹിയാണ് നീ വേണ്ട എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം, പൊതുസമൂഹത്തിന്റെ തീരുമാനം. അത് ജനാധിപത്യ രാജ്യം, അല്ലാതെ സംഗീതമൊന്നും അല്ല ഇവിടെ കേട്ടാ. നാട്ടുകാരെ പറ്റിക്കാൻ ഉണ്ടായ ഊമ്പി. നീ കാക്കാക്കുണ്ടായതാണെങ്കിൽ കാക്കായെ പോലെ നടക്കടാ. കോയാക്കുണ്ടാക്കി കോയായെ പോലെ നടക്കണം. നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ. അത് നിന്റെ തള്ളക്ക് സംശയം ഉണ്ടാ? കോയായുടെ കൂടെ കിടന്നപ്പം വേറെ എവനോ വന്ന് കയറി പ്രോഗ്രാം ചെയ്തതിലുള്ളതാണോ നീ? അതോ നിന്റെ ചേട്ടനെ അനിയനങ്ങനെ പ്രോഗ്രാം ചെയ്ത് നീ ഉള്ളതാണോ? എങ്ങനെയാണടാ? എന്ത് വിവരം കെട്ട നാറിയാണ്ടാ നീ? ഇവക്ക് വേണ്ടിട്ട് എന്റെ അടുത്ത് കിടന്ന് കുസ്തി പിടിക്കാൻ വരല്ലേ? അടിച്ച് ഞാൻ പൊട്ടിച്ചു വിടുന്നു. കള്ളം നാറി തക്കാളി എരുമയ്ക്കുണ്ടാവനെ. സോറി ഗായ്സ്.
പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയത് കൊണ്ടാണ് മറ്റേ അലവലാതി ഗഫൂറിന്റെ വെപ്പാട്ടിക്ക് വിചാരം വന്നത് ഷെഫീനെ എന്തോ തോറ്റു മാറിയെന്ന്. അതുകൊണ്ടല്ല, ഈ ലെവലിലേക്ക് താഴാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ എവിഡൻസും ഇല്ലായിരുന്നു. അതുകൊണ്ട് 1 by 1 ആയിട്ട് ഓരോ എവിഡൻസും ഇവൾ നശിപ്പിച്ച ഓരോ വ്യക്തികളുടെ ഡീറ്റെയിലും കൊണ്ട് ഷെഫീന വരുന്നതായിരിക്കും. അത് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. ഇതൊന്നും അല്ല, ആ നാട്ടിൽ ഒരു ദിവസം മുഴുക്ക നടന്ന് സർവത്ര ആ ഹോസ്പിറ്റലിലെ നഴ്സന്മാരുടെ തുടങ്ങി സർവത്ര ആൾക്കാരുടെയും വോയിസ് റിപ്പോർട്ട് ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ പന്നിക്ക് പറഞ്ഞോളൂ പറഞ്ഞത് മുഴുവൻ നുണയും പബ്ലിക്കിന് ഞാൻ കൊണ്ടുവന്ന് ഇട്ട് തരും എന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട. പിന്നെ ഈ വിഷയത്തിൽ എനിക്കെതിരെ കേസെടുത്താൽ പോലീസുകാർക്ക് ഞാൻ തരുന്ന മറുപടി വേറെ ആയിരിക്കും. കാരണം 2 പ്രാവശ്യം ഇവന്റെ പേർക്ക് ഞാൻ കേസ് തന്നപ്പോഴും നിങ്ങൾ പറഞ്ഞത് ഇത് പറഞ്ഞു തീർത്തോളാം, ഈ പ്രശ്നം ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം എന്ന് എനിക്ക് ഉറപ്പ് തന്നത് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതിന്റെ അർത്ഥം വീണ്ടും എന്നെ തെറി വിളിക്കാൻ അവനിക്ക് സമ്മതം കൊടുക്കാന്നല്ല. അത് മാത്രവുമല്ല, ഒരു കാര്യം കൂടെ, ഇവൻ മൂലം ഇവൻ ആരെങ്കിലും ഒക്കെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വരിക, വനിതാ കമ്മീഷനിൽ നമുക്ക് അവിടെ പോയി കുത്തിയിരിക്കാം. ഇവനെതിരെ ആക്ഷൻ എടുത്ത് ഇവനെ ജയിലിൽ പിടിച്ചിട്ടില്ല എങ്കിൽ സ്ത്രീകൾക്ക് ഈ ഇന്ത്യയിൽ എന്ത് പ്രിവിലേജ് ആണെന്നുള്ളത് നമുക്ക് ചോദിക്കണം. അതിനകത്ത് രാഷ്ട്രീയം വേണ്ട, ഒരു രാഷ്ട്രീയവും വിചാരിക്കേണ്ട. നമുക്ക് രാഷ്ട്രീയം വേണ്ട, ഇതിനകത്ത് സ്ത്രീകളാണെന്നുള്ള പരിഗണന മാത്രം മതി. മുൻപോട്ട് വരിക. ഇവൻ ആരാക്രമിച്ചാലും ഷെഫീനയുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഒന്നിച്ചു പോകാം, തിരുവനന്തപുരത്ത് പോയിരിക്കാം. വനിതാ കമ്മീഷൻകാർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ കോഴിക്കോടുള്ള നട്ടലില്ലാത്ത ആണുങ്ങളുടെ കിടന്നുകൊണ്ട് തുണങ്ങണ ഉണ്ടാക്കുന്നവൻ തിരുവനന്തപുരത്തുള്ളവരെ ഉണ്ടാക്കണ്ട. തിരുവനന്തപുരത്തുള്ള ഗട്ട്സുള്ള ആണുങ്ങൾക്ക് ഉണ്ടായതാ ഞങ്ങൾ, മനസ്സിലായില്ല? ആമ്പർന്നമാർക്ക് പറഞ്ഞ പെണ്ണുങ്ങളാ ഞങ്ങൾ. അവന്മാര് മറുപടി പറയും, നിനക്ക് ചോടയുണ്ടെങ്കിൽ നീ തിരുവനന്തപുരത്ത് പോവാ, ബാക്കി നിനക്ക് ഞാൻ അവിടെയുള്ള ആണുങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു തരാണ്. അടിച്ച് പൊട്ടിക്കേണ്ട കേസാണ് അവൻ. സ്ഥിരം ഇരുന്നുകൊണ്ട് പെണ്ണുങ്ങളെ തെറി വിളിക്കുന്നവന്റെ തള്ള പക്ക വേശി ആയതുകൊണ്ടാണ് ഈ നായിന്റെ മോനിക്ക് ഈ നാക്ക്, മനസ്സിലായ? ആ പൂര പന്ന തള്ള ഇനി ഗുരുവായൂർ അമ്പലത്തിന്റെ 7 അയലത്തുനിന്ന് അടിച്ച് പൊട്ടിക്കണം. അഭിസാരികയും അഭിസാരികയുടെ മോനുമാണിത്. യവനാ ആ 7 അയലത്ത് അടുപ്പിക്കരുത്, അടിച്ച് പൊട്ടിക്കണം. ഇത്രയും 3rd റേറ്റ് ആയിട്ട് നടക്കുന്ന ക്രിമിനലുകളെ എന്തിനമ്പലത്തിൽ കയറ്റണം? എങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ കയറ്റും? ഇത്രയും പോക്കൃത്തരം പറയുന്ന ഈ വൃത്തികെട്ട വലായി പിടിച്ച നായിന്റെ മോനെയൊക്കെയാണ് അമ്പലത്തിൽ കയറ്റുന്നത്. അത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇതിനകത്ത് രാഷ്ട്രീയം വേണ്ട, മതം വേണ്ട, എല്ലാവരും യുണൈറ്റഡ് ആയി നിന്നാൽ ഈ അഹങ്കാരം അതോടെ അടങ്ങും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.